हेलो। हेलो भैया। हाँ भैया बोलो। भैया मैं थोड़ा खाना खाने लग गया था, लेट हो जाए तो मैं आ रहा हूँ जल्दी अभी। हाँ ठीक है भैया, जल्दी आ जाना, ठीक है। हाँ हाँ, बस आ ही रहा हूँ, आ रहा हूँ। हाँ। ഡാ എണീര്, എൻ്റെ ക്യാബ് വരാറേ. നീ എത്ര ആളല്ലേ ഡൽഹി സെറ്റിൽ ആയിട്ട്, എന്നിട്ടെന്താ നിനക്ക് ഇപ്പോഴും ഹിന്ദി അറിയാത്ത? അതെ, ഇയാൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട. എന്ത് പറ്റി കളിയാ രാവിലെ തന്നെ മലയാളം പാട്ടൊക്കെ കേൾക്കാൻ? അങ്ങനെയൊന്നുമില്ല, ഒരു രസം. നീ റെഡിയായോ? ഉം? റെഡിയായോ? ആയിക്കൊണ്ടിരിക്കണ്ട. ക്യാബ് ഇപ്പോൾ വരും? ഒരു 10 മിനിറ്റ് ആവും. അളിയാ, ആ പെർഫ്യൂം കൊള്ളാലോ. പെർഫ്യൂം അതുണ്ടല്ലോ പറയണല്ലേ. നമുക്കൂടെ താടേ ഈ അമേരിക്കൻ മെയ്ഡ് പെർഫ്യൂംസ് ഒക്കെ. ഇനി വരുമ്പം കൊണ്ടുവരാടാ. കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. നീ ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും പറയുന്നേ? ആയിക്കോട്ടെ. എടാ, ആ, ഇതിപ്പോ മീറ്റിംഗ് പെട്ടെന്ന് വെച്ചോണ്ടാ. ഞാനത് റീഷെഡ്യൂൾ ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല സംഭവം. സാരമില്ലടാ, നമുക്ക് അടുത്ത പ്രാവശ്യം പൊളിക്കാം. അത് മാത്രമല്ലല്ലോ, അടുത്ത പ്രാവശ്യം അവളും കാണുമല്ലോ. ആ അവളും ഉണ്ട്, പക്ഷെ ഇന്നലെ നീ വന്നതല്ലേ ഉള്ളൂ രാത്രി, അതൊന്നും ഇരിക്കാനും പറ്റിയില്ല. കുഴപ്പമില്ല അളിയാ. പിന്നെ ആ നീ അവിടെ ചെന്നിട്ട് അവളെ പോയി കാണുമോ? അവളവിടെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുമെന്ന് തോന്നണ്ട. ഞാൻ അവിടെ ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ കാലിഫോർണിയയിൽ, അവളാണെങ്കിൽ ഡെൻവറിൽ. പിന്നെ അത് വിട്. പിന്നെ നിന്റെ ഈ യാത്ര എങ്ങനെയുണ്ട്? നല്ലതായിരുന്നടാ. ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ, ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഭാഗ്യവാൻ, ഇങ്ങനെ കറങ്ങി നടന്നോ നീ. ഭാഗ്യവാൻ ഞാനല്ലേ? നന്നായിരിക്കുന്നു. ആ ഭയ്യ അഭി ആ രहा ഹൂം, 2 മിനിറ്റ്. വണ്ടി വന്നല്ലേ? ആടാ, അവർ താഴെ വെയിറ്റ് ചെയ്യും. വേഗം ഇറങ്ങട്ടാ. ആ, പിന്നെ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി, കേട്ടല്ലോ. ഡാ, ആ നീ ഇറങ്ങുവാണോ? ആടാ, എന്ത് പറ്റി? ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പോടാ. ഓ, ഞാനത് മറന്നു. നീ മറക്കും, എനിക്കറിയാം. പോടെ പോടെ. സേഫ് ജേണി മോനെ. ആ ശരി. പിന്നെ പെർഫ്യൂം കൊണ്ടുവരാൻ മറക്കണ്ട കേട്ടോ. ബൈ.
ഹലോ, മലയാളിയാണോ? നാട്ടിലെവിടെയാ? നിങ്ങളാണല്ലേ ഇവൻ പറഞ്ഞ മലയാളി ഫാമിലി? അയ്യോ, പാട്ട് നിർത്തണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കാണോ. അപ്പോഴേ പാട്ട് കേട്ടത്. ഹലോ, എന്തേലും പറയടോ. നീ ഉലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ. എന്തു പറ്റി? പാട്ട് കൂടുതൽ നന്നായി പോയോ? അയ്യോ, എന്താ? ഓക്കെ ആണോ? ഒന്നുമില്ല, ഒരു പുതിയ പാട്ടുകാരനും കൂടെ വേണമെന്ന് വെച്ചിട്ടാ. അവിടെ ഉണ്ട്. ഇപ്പൊ ഡയലോഗ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ പോസ്റ്റായി നിന്നേനല്ലോ. ഓ ശരി എന്നാ. അല്ല, തന്റെ പേരെന്താ? ഇവിടെ ഡൽഹിയിൽ എന്താ പരിപാടി? പേരൊക്കെ എന്തിനാ? സ്റ്റോക്ക് ചെയ്യാനാ? അതൊക്കെ മോശമല്ലേ ചേട്ടാ. സ്റ്റോക്കിങ്ങോ? എന്നാ ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് നീരജ്, നാട് കൊല്ലത്താ. കൊല്ലം ഇപ്പൊ ഒരു കോമഡി പീസ് ആണല്ലോ സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഞാനൊരു യോഗ ഇൻസ്ട്രക്ടർ കൂടാ. ഇതൊക്കെ തന്നെ എൻ്റെ കാര്യങ്ങള്. കൊള്ളാലോ. ഞാനിവിടെ ഒരു വീക്ക് എന്തായാലും കാണും. താൻ തന്റെ പേര് പറയാത്ത സ്ഥിതിക്ക് ഞാനൊരു പേരിടാം. അതൊന്നും വേണ്ട, ഞാൻ എന്റെ പേര് പറയാം. എന്റെ പേര് അനാമിക. താൻ പോയോ? ഇല്ല, ഇതിലും നല്ലത് താൻ തന്റെ പേര് പറയാത്തയായിരുന്നു. അനാമിക, നാമമില്ലാത്തത്. താനൊന്ന് പോയേ. ഞാൻ ചുമ്മാ പറഞ്ഞാടോ. എന്നാ ശരിടോ, എന്തായാലും ഒരു വീക്ക് ഉണ്ടല്ലോ, നമുക്ക് കാണാം. ഇപ്പൊ കുറച്ച് പണിയുണ്ട്. ശരി എന്നാ. ഓക്കെ എന്നാ. ഓക്കേ. ഹലോ, ഒരു മിനിറ്റ്. താനിവിടെ ഉണ്ടായിരുന്നോ? താൻ ഈ കവർ സോങ്സിനൊക്കെ ഫാനാണോ? ഫാനൊന്നല്ലടോ, ചിലതൊക്കെ ഇഷ്ടമാണ്, ചിലതൊക്കെ ക്രിഞ്ചടിക്കും. അതങ്ങനെ തന്നെ. അത് ശരിയാ. അഡാപ്ഷൻ ഒക്കെ നല്ലതല്ലേ? പിന്നെ പിന്നെ പറ, താനെന്താ പരിപാടി? ഒന്നുമില്ലടോ, ജോലിയാ. വർക്ക് ഫ്രം ഹോം. ഓ, വർക്ക് ഫ്രം ഹോം. ഏത് കമ്പനിയാ? അതൊരു BPA കമ്പനിയാ. ഓ, കൊള്ളാം കൊള്ളാം. വോയിസ് അസിസ്റ്റന്റാ. പിന്നെ കസ്റ്റമർ കെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. എടോ, പിന്നെ നിങ്ങളിവിടെ വന്നിട്ട് എത്ര കാലമായി? ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ആ ഫ്ലാറ്റിൽ ആരും ഇല്ലായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഒരു 2 മാസം ആവുന്നേ ഉള്ളൂ. ഓക്കെ, ശരി. എനിക്കൊരു കോള് വരുന്നു, ഞാൻ പോവാ. പിന്നെ കാണാം. ആ, ഓക്കേടോ, ബൈ എന്നാ. ആ. Lock screen. Phone. Call from Sakai. Home plus 9. Answer. ഹലോ, എടാ, എന്തൊക്കെയുണ്ടോ വിശേഷം? എങ്ങനെയുണ്ട് അവിടെ? ഇങ്ങനെ പോന്നടാ, ഓരോന്നൊക്കെ ചെയ്ത് സമയം കളയുന്നു.
പിന്നെ എൻ്റെ അളിയ ഇവിടുത്തെ ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. മിക്കവാറും നിനക്ക് ഇപ്രാവശ്യം നല്ല കറണ്ട് ബില്ല് വരും. ഓ, ഇതൊക്കെ എന്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ നീ AC ഒക്കെ ഇട്ടോട്ടെ, അതിലൊരു പ്രശ്നമില്ല. അതൊക്കെ നീ പറയാതെ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ, ഫുൾ ടൈം. ഫുൾ ടൈമാ? ശബാഷ്. എടാ അവിടെ എങ്ങനെയുണ്ട്, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? നീ അവളെ കാണാൻ പോകുന്നുണ്ടോ? ഇവിടെ എന്തടാ, ഒരു മീറ്റിംഗ് ഇതായിപ്പോ ഉണ്ട്, ഇത് അങ്ങോട്ടേക്ക് ഇറങ്ങണ്. ഇനി ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് നാളെയാ. മിക്കവാറും അവളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നീ ഇറങ്ങിയോ അപ്പോ, അതോ ഹോട്ടലിൽ തന്നെ ആണോ? ഇല്ലടാ, ഞാൻ ഇറങ്ങാൻ പോണതേ ഉള്ളൂ, ടൈമായി. ഓ, എന്നാ നീ ഫ്രീ ആകുമ്പോ വിളിക്കോ മെസ്സേജ് അയക്കോ ചെയ്യടാ. ഓ തമ്പ്ര, പിന്നെ നീ ഇടയ്ക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങു കേട്ടോ, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണ്ട. കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ട് അളിയാ, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് നോക്കാം. നീ എന്തായാലും ഫ്രീ ആകുമ്പോ വിളിക്കന്നെ. ആ ശരിയടാ, ബൈ. ശരിടാ മോനെ. End. Lock screen. Screen off. Ringer vibrate. Ringer vibrate. എടോ, താൻ പാട്ടൊക്കെ പാടുവോ? ആ, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാരും മൂളുന്നോലെ ഞാനും മൂളും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? ഹാ, അത്രേ ഉള്ളൂ. പക്ഷെ കേട്ടിട്ട് അങ്ങനെ തോന്നിയില്ല. താ ഒന്ന് പൊക്കെ, ചുമ്മാ കളിയാക്കാതെ. ഞാൻ കളിയാക്കിയല്ലടോ, കാര്യമായിട്ട് പറഞ്ഞ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ താൻ ഇന്നലെ എവിടെ ആയിരുന്നു, പിന്നെ കണ്ടതേ ഇല്ലല്ലോ. അതൊക്കെ അങ്ങനെയാണോ, ജോലിക്ക് കയറി കഴിഞ്ഞാ പിന്നെ ഇറങ്ങുന്നത് ടാസ്കാ. അപ്പം ഇന്നെങ്ങനെ ലീവാ? ഏയ് അല്ലല്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ടാ. ഓക്കെ. പിന്നെ തന്റെ വീട്ടില് ആരൊക്കെ ഉണ്ട്? ഇവിടെ അച്ഛനും അമ്മയും ഞാനും. അച്ഛൻ സെൻട്രൽ ഗവൺമെന്റിലാ വർക്ക് ചെയ്യുന്നത്, അമ്മ സ്കൂൾ ടീച്ചറാ. രണ്ടുപേരും രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോകും, പിന്നെ വൈകുന്നേരം ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അവര് വരുന്നവരെ താൻ ഒറ്റയ്ക്കാണോ? ആ, ഒറ്റയ്ക്കാ, പക്ഷെ ജോലി ഉണ്ടല്ലോ, സമയം പെട്ടെന്ന് പോകും. ഓ, അപ്പൊ ഫുഡൊക്കെ എങ്ങനാ അമ്മ സെറ്റ് ആക്കും രാവിലെ? ആ, രാവിലെ അമ്മ ഫുഡ് സെറ്റ് ആക്കും, കാരണം അമ്മയ്ക്കും കൊണ്ടുപോകണമല്ലോ. പിന്നെ ഒരു മെയ്ഡ് വരും ക്ലീൻ ചെയ്യാനും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ, അങ്ങനെ. ഓ, ഡൽഹി ലൈഫ് അല്ലേ. ആ, തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ നാട്ടിലാ, വിശ്രമിക്കുന്നു. അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞു. റിട്ടയർമെന്റ് ലൈഫ് ആണോ? അങ്ങനെയും പറയാം. ആ, എടോ, മെയ്ഡായിരിക്കും. ഞാൻ പോയി തുറക്കട്ടെ, കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. ആ ഓക്കേടോ, എനിക്കും കുറച്ച് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, പിന്നെ കാണാം. ശരിയെന്നാ. ഓക്കെ. അച്ഛാ, നിങ്ങൾ എപ്പോ എത്തും? ആണോ, എന്നാ ശരി, ഓക്കെ. എന്താടോ, അച്ഛനും അമ്മയും വന്നില്ല ഇതുവരെ? താനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഇല്ല, അവര് വന്നിട്ടില്ല. എന്നും ലേറ്റ് ആവുമോ? ഇല്ലടോ, ഇതെന്തോ അവരെവിടേക്കോ പോയിട്ടാ വരുന്നേ, അതാ ലേറ്റ് ആവുന്നേ. ഓ, അപ്പൊ എപ്പോ എത്തും അവര്? അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 30 മിനിറ്റ് ആയി. അവരിപ്പം ഇങ്ങെത്തും. ആണല്ലേ. പിന്നെ തന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? അത് 7 മണിക്ക് തീരും. തന്നെ പിന്നെ കണ്ടില്ലല്ലോ, താൻ എവിടെങ്കിലും പോയോ? ഇല്ലടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനെങ്ങും പോയില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്, അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി. ആണോ, എന്തിനാ മീറ്റിംഗ് അത്? ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് യോഗ സെഷൻസ് ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. നമ്മുടെ ഈ ഫിസിയോതെറാപ്പി ഇല്ലേ, അതുപോലൊക്കെ തന്നെ. ഓ,
യാത്ര ചെയ്യുന്നേ? അത് ഇതിനാണോ? അല്ലല്ല, ഞാൻ ഡൽഹി വരുന്ന കറങ്ങാനാ, ഓരോ സ്ഥലത്തൊക്കെ പോവാൻ. ഡൽഹി ആണല്ലോ എല്ലാത്തിൻ്റെയും സെൻറ്റർ. എനിക്ക് ഈ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇടയ്ക്കിടയ്ക്ക് അതാണ് പറഞ്ഞത്. യാത്ര എന്തേ? ഒന്നുമില്ല, ഇങ്ങനെ ഇടയ്ക്കൊക്കെ യാത്ര ചെയ്യാലോ എന്ന് ആലോചിച്ചിട്ടാ. ഒറ്റയ്ക്കാണോ പോകുന്നേ? കൂടുതലും ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ ഞാൻ എവിടേക്ക് പോയാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, എന്നിട്ട് ഇവരുടെ കൂടെയും പോകും. ഓരോന്നിനും അതിലിതായ എക്സ്പീരിയൻസ് ആണല്ലോ. ഇവരോ? ഞാൻ പറഞ്ഞിരുന്നില്ല എൻ്റെ ഫ്രണ്ട് സജീവ്, പിന്നെ അവൻ്റെ വൈഫ് വാണിയും. ഞങ്ങൾ ഒരുമിച്ചും പോവാറുണ്ട്. ഓക്കെ. താൻ കണ്ടിട്ടുണ്ടോ അവരെ? ഒരു വട്ടം ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ശരി. പിന്നെ ഈ വട്ടം എങ്ങോട്ടാ പോയെ? ഈ വട്ടം ഞാൻ ഋഷികേശാ പോയത്. ഋഷികേശോ? ഇയാൾ ഇതുവരെ അവിടെ പോയിട്ടില്ല? ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്യും, അതാ എൻ്റെ ഒരു രീതി. അങ്ങനെ പോയതാണ്. അല്ല, തനിക്കെന്താ ഋഷികേശ് എന്ന് കേട്ടപ്പോൾ ഒരു പുച്ഛം? പുച്ഛല്ല. അല്ല, ഇയാളല്ലേ പറഞ്ഞു ഇയാൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഓ, അതാണല്ലേ. പിന്നെ താൻ പറ, തനിക്ക് ഈ യാത്രയൊന്നും ചെയ്യാറില്ലേ? എനിക്ക് പോണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ പോവാറില്ല. അതെന്താടോ, തന്നെ ആരെങ്കിലും പിടിച്ച് കെട്ടിയിട്ടേക്കുവാണോ? അങ്ങനെയും പറയാം. ദാ അവര് വന്നു. അപ്പൊ ശരി, ബൈ, നാളെ കാണാം. ആ, ഓക്കേടോ, ശരിയെന്നാ. അവളെന്താ പറഞ്ഞത്? എടോ അനാമികെ, താൻ അവിടെ ഉണ്ടോ? ഹലോ, എന്താ പരിപാടി? ഒന്നുമില്ലടോ, തന്നെ കാണാഞ്ഞപ്പോ വിളിച്ചു നോക്കിയതാ. ഞാനിവിടെ ഉണ്ടായിരുന്നു. എടോ, താൻ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് തന്നെ കെട്ടിയിട്ടിരിക്കുവാണെന്ന്? വീട്ടിൽ നിന്ന് വിടാറില്ലേ? അതൊരു റീസണാ. എടോ, താൻ കമ്മിറ്റഡ് ആണോ? ഇല്ലടാ, ഞാൻ ഇതേവരെ റിലേഷൻഷിപ്പിലായിട്ടില്ല. പിന്നെ താൻ എന്താ? താനോ? ഇല്ലടോ, ഞാനും കമ്മിറ്റഡ് അല്ല, സ്റ്റിൽ സിംഗിൾ ആണ്. സ്റ്റിൽ സിംഗിൾ? അപ്പൊ തനിക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ ഒരു 30 വയസ്സുണ്ട്. 30ഓ? ഞാൻ അത്രയും പ്രതീക്ഷയില്ല. തനിക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ തന്നെക്കാട്ടും ഇളയതാ. ഒരു 4 വയസ്സ്. ഓ, എടോ പിന്നെ താൻ പുറത്തേക്കൊന്നും പോവാറില്ലേ? അതോ ആരും കൂട്ടിനില്ലാത്തോണ്ടാണോ? അതൊന്നുമല്ല, മടിയാ പ്രശ്നം. അപ്പൊ ആഗ്രഹം മാത്രമുള്ളല്ലേ? എന്നാ അടുത്ത പ്രാവശ്യം പോകുമ്പോ പോരുന്നു എൻ്റെ കൂടെ. ആലോചിക്കാവുന്നതാണ്. ഓക്കെ, പോവാം. ഓക്കെ, എന്നാ അടുത്ത വർഷം നമുക്ക് സെറ്റാക്കാം. തനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഏതൊരു സ്ഥലമുണ്ടോ? ഏയ്, താൻ കാര്യമായിട്ടും പറഞ്ഞാണോ? പിന്നല്ലാതെ. ഞാൻ കരുതി താൻ ചുമ്മാ കളിക്ക് പറഞ്ഞാ. അല്ലടോ, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ. എന്നാ അങ്ങനെ ആവട്ടെ, ഞാൻ റെഡിയാ. എന്നാ ഒരു കാര്യം കൂടി, നമ്മൾ പോകുന്നവരെ നമുക്ക് മീറ്റ് ചെയ്യണ്ട. നമ്മൾ എന്നാണോ യാത്രയ്ക്ക് പോകുന്നത് അന്ന് നമുക്ക് പരസ്പരം കാണാം. അന്ന് തനിക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ആണോ? എന്നാ അങ്ങനെ ആവട്ടെ. തനിക്ക് ഞാൻ ഒരു സർപ്രൈസ് തരാം. പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം താൻ എന്റെ ഫ്രണ്ട്സിനോട് പറയാൻ നിൽക്കണ്ട. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഓക്കെ? ഓക്കെ, അത് കൊള്ളാം. താൻ എന്താ എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നേ? അതാണോ ഇഷ്ടം? സോളോ ട്രിപ്പാണ് എനിക്കിഷ്ടം. എനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് ഈ സജീവ് മാത്രമാണ്. അവനെ കാണാൻ വേണ്ടി ഡൽഹിക്ക് വരുന്നത്. അതിനു മുമ്പ്
അച്ഛനും അമ്മയുടെയും കൂടെ ആയിരുന്നു പോകുന്നത്. പിന്നെന്താ ഇപ്പൊ അച്ഛന്റെ അമ്മയുടെയും കൂടെ പോവാത്തെ? അച്ഛനും അമ്മയും ഇപ്പം ഇല്ലടോ. താൻ പറഞ്ഞില്ലേ റിട്ടയർമെൻറ്റ് ലൈഫ് ആണെന്ന്. റിട്ടയർമെൻറ്റ് ലൈഫ് ഒന്നും അല്ല, ലൈഫ് ടൈം പ്ലാൻ ആയിരുന്നു. ആക്സിഡൻറ്റാ. സോറിടാ. അത് സാരമില്ലടോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു. നമ്മൾ പറയാറില്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന്. ഞാനിപ്പോൾ ശരിക്കും അറിയാറുണ്ട്. എൻ്റെ മിസ്റ്റേക്കായിരുന്നു. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പിന് പോയതാ, അതിങ്ങനെയായി. അതിന് മുമ്പുള്ളതൊക്കെ ഒരു ഓർമ്മകളായി ബാക്കിയായി. എടോ, അത് കഴിഞ്ഞ കാര്യമാ. തനിക്കെന്ത് പറ്റി? അല്ലടോ, ഞാൻ ആലോചിച്ചതാ. ഒരു 7-8 മാസം മുമ്പ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ട്രിപ്പിന് പോയതാ ബൈക്കിൽ. അതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റ് ആയി അവളങ്ങ്. ഇതൊക്കെ കേട്ടപ്പോൾ ഞാനതങ്ങ് ആലോചിച്ചു. താൻ പറഞ്ഞതുപോലെ എല്ലാ ഓർമ്മകളും മാത്രമായി. മനസ്സിനും ശരീരത്തിനും മുറിവുകൾ വന്നിട്ട് അവളങ്ങ് പോയി. ഒരു യാത്ര അതെല്ലാം മാറ്റിമറിച്ചു. അത് വിടടോ, ഇപ്പൊ തന്നെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അതിനുശേഷം ഞാൻ പിന്നെ വെളിയിലൊന്നും പോകത്തില്ല. തൻ്റെ ഇതൊക്കെ കേട്ടപ്പോ അത് ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലടാ, അത് മാറും. നമുക്ക് എന്തായാലും ഇവിടെ യാത്ര പോവാം. നോക്കാം. അതാണ്. എടോ അനാമികെ, താനെന്താ മിണ്ടായിരിക്കുന്നേ? ഇല്ലടോ, ഒന്ന് അവിടം വരെയൊക്കെ പോയിട്ട് വന്നതാ. എനിക്കറിയാടോ, മൂവാണെന്നൊക്കെ എല്ലാരും പറയും. അതൊക്കെ വെറും പറച്ചില് മാത്രമാ. ഇഷ്ടപ്പെടുന്നവരൊന്ന് മിസ്സിങ്. അത് ആരോട് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. നമ്മുടെ ഉള്ളിൽ എന്താന്ന് നമുക്ക് മാത്രമേ അറിയൂ. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ നമുക്ക് പ്രാന്താന്നൊക്കെ പറയും. അതങ്ങനാണോ? ശരിയാ. എടോ, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. എനിക്കെന്തോ വല്ലാത്തൊരു തലവേദന. ആ, എന്നാ ശരിടോ, താൻ പോയിന്ന് കിടന്നോ. ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് മൂട് കളഞ്ഞല്ലേ. അങ്ങനൊന്നും അല്ല. ഞാൻ പോവാ. ബൈ. ഹലോ അനാമിക. ഹലോ അനാമിക. എടോ, അനാമിക. അനാമിക.
ഹലോ നാമിക, എടോ എന്തൊക്കെയുണ്ട്? ആടാ, നീ വന്നോ? ആ പിന്നല്ലാതെ. താങ്കളുടെ മനയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഓ ആയിക്കോട്ടെ. അതെ, പതുക്കെ പതുക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ 5 ദിവസം? കുഴപ്പമില്ലായിരുന്നടാ. നീ അവളെ കാണാൻ പോയായിരുന്നോ? ഇല്ലടാ, കാണാൻ പറ്റിയില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ. ഓ, നീ എപ്പോഴാ പോണേ? ഞാൻ നാളെ 4 മണിക്ക്. 4 മണിക്ക്. നീ ഓക്കെ അല്ലേ? ആടാ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലടാ. എടാ, എനിക്ക് വിശക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, ബിരിയാണി ഓർഡർ ചെയ്യും. ആ അതൊക്കെ ഓർഡർ ചെയ്യാം. നീ- പിന്നെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ടെന്ന്. അവിടെ ഒരു പെൺകൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിന്നേരം മരിച്ചു. 2 ദിവസമായി ഹോസ്പിറ്റലിൽ. പുള്ളിക്കാരിക്ക് എന്തോ പാനിക് അറ്റാക്ക് അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ അറിഞ്ഞത്. ഒന്നാമതേ 6 മാസം മുന്നേ എന്തോ ആക്സിഡന്റ് ആയി ഹാഫ് പാരലൈസ് ആയിട്ട് കിടന്നതാണ്. അതിന്റെ വിധി. നമ്മളിവിടെ വന്നപ്പോ ആദ്യമേ അവളെ വീട്ടിൽ പോയതാ. മലയാളി ഫാമിലി ആയോണ്ടേ. പുള്ളിക്കാരി BPO അങ്ങനെ എന്തോ ആണ് വർക്ക് ചെയ്യണം. പറഞ്ഞ കാര്യമില്ല, അതിന്റെ ഓരോ വിധി. അത് വിട്. നിനക്ക് ബിരിയാണി ഓർഡർ ചെയ്യട്ടോ? ആ, ആ എടാ, നീ ആ എനിക്ക് ചെറിയൊരു തലവേദന. ഞാൻ ഒന്ന് കിടക്കട്ടെ. ആ ഞാൻ ഓർഡർ ചെയ്ത് വയ്ക്കാം. വിളിച്ചാൽ മതി. ശരി. എന്ത് പറ്റി? ഡാ, ഫുഡ് വന്നു കേട്ടോ. ഡാ, വാ. നീ എവിടെ? വേഗം വാ. ആടാ, എടാ ഞാനൊന്നേ കുളിച്ചിട്ട് വരാം. ആ ശരി ശരി. എടാ, അവിടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു? ഓടാ, ഇന്നായിരുന്നു. അവരിവിടെ നിന്നെല്ലാം നിർത്തി പോകാനാ പ്ലാൻ. എല്ലാ സാധനവും ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. പുള്ളിക്കാരൻ്റെ ഏതോ ഫ്രണ്ടെന്നാ പറയണ കേട്ട എല്ലാം ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ടില്ലെന്നാ പറയണ.
നല്ല ആൾക്കാരായിരുന്നു. ഇനി വരാൻ പോകുന്നത് എങ്ങനത്തെ ആൾക്കാരെന്ന് കണ്ടറിയാം. എടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. ഞാൻ കിടക്കുവെന്ന്. ശരി. ഡാ, നീ കിടക്കുന്നില്ലേ? ഇല്ലടാ, നീ കിടന്നു, ഞാൻ പിന്നെ കിടന്നു. എനിക്ക് ഞാൻ കിടക്കുക. നല്ല ക്ഷീണം. ആടാ. ഡേയ്, ആ നീ റെഡിയാ? ആടാ. ഞാൻ കൊണ്ട് എയർപോർട്ടിൽ വിടാം. ആ. പിന്നെ ആ. അടുത്ത തവണ വരുമ്പോ നമുക്ക് പൊളിക്കാം കേട്ടോ. ആടാ, വിളിക്കാം. എങ്കിൽ പോ, ഞാൻ റെഡി ആയിട്ട് വരാം. ആ. ഡാ, ആ നീ കേറുന്നില്ലേ? ആടാ. എടാ, ഞാനേ ബാക്ക് സൈഡിലിരിക്കേ. ആയിക്കോട്ടെ. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. പൂമലേ ജീവനിൽ അമൃതിക